ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്ന് ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഈ ഒരു വിശ്വാസം കൊണ്ടും ഈ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സന്തോഷം കണ്ടെത്താൻ പലപ്പോഴും സാധിക്കും. നമ്മൾ ഒത്തിരി വിഷമവും വേദനയും പ്രയാസങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്ന ചില മരണങ്ങളൊക്കെയും ദൈവത്തെ നമ്മൾ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ ദൈവത്തിന് അകന്നു പോകാനൊക്കെയും കാരണമായി തീരാറുണ്ട്. പലരുടെയും ലൈഫിൽ ചില എക്സ്പീരിയൻസ്, ചില ഇൻസിഡൻസൊക്കെ അവരെ ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്നു പോകാനൊക്കെ സാധ്യതയുണ്ടാകും. ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന് 36-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ കാണുകയില്ല, ദൈവത്തിൻ്റെ കോപം അവനിൽ വസിക്കും. അപ്പോൾ ബേസിക്കായി നമ്മളൊരു ഫെയ്ത്ത് എന്ന് പറയുന്നത് പുത്രനിൽ വിശ്വസിക്കുക. ഇതാണ് പത്രോസിലേക്ക് ഏറ്റു പറഞ്ഞത്. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 16 തൊട്ടുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഇത് ബേസിക് ഫെയ്ത്താണ്. ഇത് നമുക്കുണ്ടായിരിക്കും. പുത്രനിൽ നീ വിശ്വസിക്കണം. അതിൽ അങ്ങനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പിന്നെ അങ്ങനെ പുത്രനെ അനുസരിക്കാത്തവനിൽ എന്തുണ്ടാവില്ല? ജീവൻ ഉണ്ടായിരിക്കില്ല. അപ്പം പുത്രൻ പറയുന്ന കാര്യങ്ങൾ, യേശുക്രിസ്തു നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക, അവനെ വിശ്വസിക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ കോപം അവനിൽ വസിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിതൊന്നും ചെയ്യാതെ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മളെല്ലാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം എനിക്ക് വേണം താനും, പക്ഷേ ഞാൻ ഈ പുത്രൻ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് മടിയുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് നമ്മളിൽ ജീവൻ ഉണ്ടായിരിക്കില്ല. ജീവൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫലം പുറപ്പെടുവിക്കുന്നതാണ്. ഫലം പുറപ്പെടുവിക്കാത്തൊരു ജന്മമായി, ഒരു ജീവിതമായി നമ്മൾ മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് പുത്രൻ പറയുന്നത് കേൾക്കാനും അനുസരിക്കുവാനും അവനെ വിശ്വസിക്കുവാനും ഈ പ്രഭാതത്തിൽ എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ. ആയത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.